അസ്സലാമു അലൈക്കും. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അൻഹയുടെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിലുള്ള മാലപ്പാട്ട് ലക്ഷദ്വീപ് ആന്ത്രോത്ത് സീതിപ്പള്ളിയിൽ വെച്ച് എല്ലാ അറബി മാസം 3-ന് പാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സദസ്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഒരുപാട് നേർച്ചകൾ വ്യക്തികളുടെ അനുഭവത്തിൽ അറിഞ്ഞുകൊണ്ട് തന്നെ പാട്ട് നേർച്ചയാക്കി ഇവിടെ പാടുന്നുണ്ട്. മഹദിയുടെ ആണ്ട് എല്ലാ കൊല്ലവും റംസാൻ 3-ാം ദിവസം അന്ന് ഇവിടെ വിപുലമായ രീതിയിൽ ഉറൂസ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരെയും ആ മഹദിയുടെ കറാമത്ത് കൊണ്ട് മുറാദുകൾ ഹാസിലാക്കട്ടെ. നമ്മളെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നൽകട്ടെ. ആമീൻ ആമീൻ. മാലപ്പാട്ടിൻ്റെ ഒരു 2 വരി നമുക്ക് കേൾക്കാം. ആദി ബിസ്മില്ലാ അബ്തദി ബിൽ ഇംലാ അൽഹംദുലിൽ മൗലാ എന്നാളും ചൊന്നോവർ നീതി സ്വലാത്താലും നേശസലാമാലും നീദർ നബി ആലും അരികരിൽ ആടിനാർ ബീദി നബിക്കുമ്മ ബിന്തായ ഫാത്തിമ ബീവി മദ്ഹും മാലക്ക് തുടങ്ങുന്നോർ ബീദി ഇദൈകീത ബാനദായ് ഫെരൈത റീഖുൽ ഖമീസും താൻ ഫിന്നും മോളിയുന്നാർ മൊഷിവാനത് ഫോലെ മുന്തും കിതാബാലെ മുത്തായ ബിമേലെ മദ്ഹലൂരത്തോവർ മശരീഖുൽ അൻവാറും നൂറുൽ അബ്സ്വാറും മറ്റും വിലയേറും കുതുബുൽ തിരിത്തോവർ ഇസ്അഫുർ റാഗീബീൻ ഉരൈ കൻസുൽ ബറാഹീൻ ഇഫോലറിയോവീൻ നോക്കിയെടുത്തോവർ മുഴുവൻ ഇദൈ ഖീസ ഇവിടം മുദരീസ മുഅല്ലിമു ഹസൻ മുസ്ലിയാരെന്നോവർ അന്നൊന്നു ഇൽമാലും ഉറ്റ ഇബാദാലും ഉള്ളെ ഫഹ്മാലും ഉന്മമികന്തോവർ മുന്നം ഊരൈ ഫേരെ മുരടൈ വെള്ളാങ്ങരെ മുഹമ്മദെന്നോരെ മോനായി ഫീറന്നോവർ കന്നമില്ല എന്നെ കടലാക്കി താപിന്നെ കാണാൻ കുറഞ്ഞോനെ കാട്ടി പറഞ്ഞോവർ ഒന്നും തിരിവില്ല ഉറ്റേലു നീ
സന്തോഷിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മക്കളെ സ്വാലിഹായ മക്കളാക്കണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക്, ഭാര്യ മക്കൾക്ക്, കൂട്ട് കുടുംബങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അല്ലാഹ്. ഓരോരുത്തരും മറവിട്ട് പോയവരുടെ അവരിലേക്ക് ഒരു മൂന്നിസായ അമലാക്കി നീ എത്തിക്കണേ അല്ലാഹ്. കൂട്ടുകുടുംബങ്ങൾ, മാമന്മാർ, കൂട്ടുകുടുംബത്തിലുള്ള ഉമ്മമാർ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നീ കൊടുക്കണേ അല്ലാഹ്. നീ പരിപൂർണമായ രീതിയിൽ നീ ശിഫയാക്കണേ അല്ലാഹ്. നേർച്ചനീ കബൂലാക്കണേ അല്ലാഹ്. പ്രതിഫലം അവർക്ക് കൊടുക്കണേ അല്ലാഹ്. നീ കൊടുക്കണേ അല്ലാഹ്. ഭക്ഷണത്തിലും വസ്ത്രത്തിലും വീടുകളിലും നീ ബർക്കത്ത് ദായിമാക്കണേ അല്ലാഹ്. ദായിമാക്കണേ അല്ലാഹ്. നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. കവാടം നീ മലർക്കെ തുറക്ക